സ്വാമിയേ ശരണമയ്യപ്പ. ഗുരുവായൂരപ്പ ശരണം. ഭദ്രകാളി അമ്മയെ ശരണം. ഈ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. വടി കൊടുത്ത് അടി വാങ്ങിയ സംഭവം. ഒരു ദിവസം രാവിലെ നടക്കുന്നതിനിടെ ഞാൻ ഒരു വിചിത്രമായ പരീക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഉറക്കം വരുന്നത് പോലെ കണ്ണടച്ച് നടക്കാൻ ശ്രമിച്ചു. അതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് അന്ന് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നതിനാൽ വാഹനങ്ങളുടെ അപകടമൊന്നുമില്ലെന്ന് കരുതി അറിയാതെ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു വലിയ ഇടിയുടെ ശബ്ദം കേട്ടു. തടാം! ഞാൻ നേരെ ചുമരിൽ ഇടിക്കുകയായിരുന്നു. വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നതിനാൽ എൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. ആശങ്കയോടെ ഞാൻ ഉടൻ എൻ്റെ സുഹൃത്തിനെ ഉണർത്തി. എൻ്റെ മുഖത്ത് എത്ര വലിയ പരിക്കാണുള്ളതെന്ന് നോക്കാൻ പറഞ്ഞു. അവൻ അതിശയത്തോടെ പറഞ്ഞു, നിൻ്റെ മുഖത്ത് ഒന്നും കാണുന്നില്ല. അത് കേട്ട് എനിക്കും വലിയ അത്ഭുതമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ പരിക്ക് വളരെ ചെറുതായിരുന്നു. 1/2 ഇഞ്ചിൽ പോലും കുറവുള്ള, കണ്ണിൽ പെടാൻ പോലും പ്രയാസമുള്ള ഒരു ചെറിയ വരയും അതിൽ അല്പം രക്തത്തിൻ്റെ നിറവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ശക്തിയായി ചുമരിൽ ഇടിച്ചിട്ടും ഇത്ര ചെറിയ പരിക്ക് മാത്രമാണുണ്ടായത് എന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇത്ര വലിയ ആഘാതത്തിലും ഇത്ര ചെറിയ പരിക്കിനും യാതൊരു പൊരുത്തവും തോന്നിയില്ല. നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും ദൈവം കൂടെ നിൽക്കും, സഹായിക്കും. ദയവായി 2 ഫോട്ടോകളിലുമുള്ള വരികൾ വായിച്ചു നോക്കൂ. നീല നിറത്തിലുള്ളത് ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എഴുതിയതാണ്. മറ്റേത് അതേ സമയത്ത് ഫേസ്ബുക്കിൽ കണ്ട പോസ്റ്റാണ്. എൻ്റെ 2ാമത്തെ പ്രവചനം സത്യമായി. വിവാഹത്തിന് മുമ്പ് ലഭിച്ച ദിവ്യസൂചന. ഞാൻ നടത്തിയ 2ാമത്തെ പ്രവചനം ഞാൻ വിശ്വസിച്ചതുപോലെ തന്നെ യാഥാർത്ഥ്യമായി. 90 ദിവസത്തിനുള്ളിൽ എൻ്റെ ഭാവി ഭാര്യയെ കണ്ടെത്തുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്നു. അത് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിച്ചു. ബന്ധുക്കളുടെയോ വിവാഹ ബ്രോക്കർമാരുടെയോ മറ്റേതെങ്കിലും ഇടനിലക്കാരുടെയോ സഹായമില്ലാതെ എല്ലാം നടന്നു. വർഷങ്ങളോളം വധുവിനെ തേടി സമയവും പണവും പരിശ്രമവും ചെലവഴിച്ച ശേഷം ദൈവാനുഗ്രഹത്താൽ എല്ലാം അപ്രതീക്ഷിതമായി ശരിയായ രീതിയിൽ സംഭവിച്ചു. എനിക്ക് അവൾ ഇതിനകം തന്നെ എൻ്റെ ഭാവി ഭാര്യയായിരുന്നു. കാരണം ഞങ്ങളുടെ വിവാഹം സ്വാമി അയ്യപ്പൻ നേരത്തെ തന്നെ തീരുമാനിച്ചുവെന്ന് ഞാൻ ഉറച്ച വിശ്വാസത്തിലായിരുന്നു. ഇവിടെയാണ് ശ്രീകൃഷ്ണനും സ്വാമി അയ്യപ്പനും മാതാ കാളിയും ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ ശ്രീകൃഷ്ണൻ എൻ്റെ ഭാവി വധുവിനെക്കുറിച്ച് ഒരു ദിവ്യസൂചന എനിക്ക് നൽകിയിരുന്നു. പിന്നീട് ഞാൻ മറ്റൊരു അത്ഭുതകരമായ ബന്ധം കണ്ടെത്തി. 2009 ഫെബ്രുവരി 10 എനിക്ക് സ്വാമി അയ്യപ്പൻ്റെ ദിവ്യ ദർശനം ലഭിച്ചത്. പിന്നീട് മനസ്സിലായത് എൻ്റെ ഭാവി ഭാര്യയുടെ കുടുംബദേവതയായ കുറുമ്പ ഭഗവതി മാതാ കാളി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം എല്ലാ വർഷവും ഫെബ്രുവരി 10 ആഘോഷിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു അസാധാരണ യാദൃശ്ചികതയും മറ്റൊരു ദിവ്യ ബന്ധവുമായിരുന്നു. ആദ്യം അവരുടെ കുടുംബം ഞങ്ങളുടെ വീട്ടിലേക്ക് ഞായറാഴ്ച വരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം അത് ശനിയാഴ്ചയിലേക്ക് മാറ്റി. ഞങ്ങളുടെ വീട്ടിൽ 2 ഗേറ്റുകളുണ്ട്. ഒരു വലിയ ഗേറ്റും ഒരു ചെറിയ ഗേറ്റും. അവർ ചെറിയ ഗേറ്റിലൂടെയാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ഏകദേശം 5 മിനിറ്റിനു ശേഷം അതേ ചെറിയ ഗേറ്റിലൂടെ അതേ വഴിയിലൂടെയും ഒരു പാമ്പ് ഞങ്ങളുടെ വീട്ടുവളപ്പിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഞാൻ അതിനെ ശാന്തമായി ഓടിച്ചുവിട്ടു. കണ്ടുമുട്ടൽ വളരെ നന്നായി നടന്നു. തുടർന്ന് അവർ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് എൻ്റെ ഭാവി ഭാര്യ എന്നെ അറിയിച്ചു. അവരുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഇഷ്ടമായിരുന്നുവെങ്കിലും ചില ബന്ധുക്കൾ അനുമതി നൽകുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് ആ പാമ്പിനെക്കുറിച്ച് ഞാൻ ഓർത്തത്. എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ അതൊരു സാധാരണ സംഭവം അല്ലെന്ന് ഞാൻ ശക്തമായി അനുഭവിച്ചു. എല്ലാം തൻ്റെ സംരക്ഷണത്തിലാണെന്ന് എന്നെ ഉറപ്പ് നൽകുന്ന സ്വാമി അയ്യപ്പൻ്റെ ഒരു ദിവ്യ സൂചനയാണത് എന്ന് ഞാൻ വിശ്വസിച്ചു.
ആ സന്ദർശനം നടന്നത് ശനിയാഴ്ചയായിരുന്നു. നിരവധി ഭക്തർ സ്വാമി അയ്യപ്പനുമായി പ്രത്യേകമായി ബന്ധപ്പെടുത്തുന്ന ദിവസമാണ് ശനിയാഴ്ച. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടിലും ദൈവം എന്നെ എങ്ങനെ വഴി നടത്തി എന്നതിൻ്റെ മറ്റൊരു ശക്തമായ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്നാൽ ഫെബ്രുവരി 10 ഈ കഥയിലെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം ഇനിയും ബാക്കിയുണ്ട്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ അത്ഭുതകരമായ ആത്മീയ യാത്രയുടെ അടുത്ത അധ്യായത്തിലേക്ക് എന്നോടൊപ്പം ചേരൂ.